ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर सुभासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. അപ്പോ അടുത്ത ആഴ്ചയിലേക്ക് ബൈഹാർട്ടിയാനുള്ള ശ്ലോകം 3-21, മൂന്നാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകം. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തത്തത് ഏവ തരോ ജനാ സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തത്തത് ഏവ തരോ ജനാ സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. യദ്യദാചരതി ശ്രേഷ്ഠസ്തത്തദേവ ദേവേതരോ ജനഃ സായത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ദേവായ. യദ്യദാചരതി ശ്രേഷ്ഠസ്തദ്ദേവതരോ ജനഃ സായത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ തരോ ജനാ സ്വയൽ പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. സുചി മാതാജി. ഹരേ കൃഷ്ണ. യദ്യദാചരതി ശ്രേഷ്ഠസ്തത്തദേവതരോ ജനാ സയൽ പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഹരേ കൃഷ്ണ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കും. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കും. ഹരേ കൃഷ്ണ. Whatever action a great man performs, common men follow. And whatever standards he sets by exemplary acts, all the world pursues. എന്താണ് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു മഹത്തായിട്ടുള്ള വ്യക്തി എന്താണോ ചെയ്യുന്നത് അതിനെ സാധാരണ ആൾക്കാർ അനുകരിക്കും, ഫോളോ ചെയ്യും. നമ്മളിവിടെ ഭൗതിക ലോകത്തിൽ കാണുന്നതാണ്. പല ആൾക്കാർക്കും ഫാൻ ക്ലബ് ഉണ്ട്, ഫാൻസ് ക്ലബ് അല്ലേ, ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബ് ചാനൽ എടുത്താലും ശരി, സോഷ്യൽ മീഡിയ നോക്കിയാലും ശരി, എല്ലാവർക്കും ഫോളോവേഴ്സ്. എന്താണ്? അവര് അത്രയും അവർ ഇഷ്ടപ്പെടുന്നു, അവരുടെ ആ എക്സംപ്ലറി ആക്ട്സിനെ അവരത്രയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ അത് ഏത് തലത്തിലായിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഫീൽഡ് ആയിക്കോട്ടെ, അപ്പൊ ഇതെല്ലാം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ഭൗതിക തലത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയുന്നു. അപ്പൊ അവർക്ക് കുറെ ഫാൻസ്, കുറെ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും, അവരെ അനുകരിക്കാൻ, അവരെ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് സൊസൈറ്റിയിലെ ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഒരു സൊസൈറ്റിയിലെ ലീഡർ പക്വത വന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം. എന്നാൽ മാത്രമേ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുള്ളൂ. ആ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളെ അവരെ ഫോളോ ചെയ്യും. നേരെ മറിച്ച് പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ആക്ടേഴ്സോ അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാർസോ അവരൊക്കെ എന്താണ്,
അവര് കുത്തഴിഞ്ഞ ജീവിതം ആണ് നയിക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ ജനങ്ങളും ഫോളോ ചെയ്യും. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി ഈശ്വര വിശ്വാസിയായിരിക്കണം. എന്താണ് ചെയ്യാൻ പാടുള്ളത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നെല്ലാം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരെ അനുകരിക്കുന്നത് തെറ്റില്ല. നേരെ മറിച്ച് എന്തും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് മുഴുവൻ അങ്ങനെയാണ്. ട്രെൻഡ് അങ്ങനെയാണ്. ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുക അങ്ങനെയാണ്. ഒരു ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാറോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യനോ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അതന്നെ മറ്റുള്ളവരും ഫോളോ ചെയ്യുന്നു. അപ്പോൾ ആരെയാണ്? ലീഡറിന്റെ. സോ കോൾഡ് ഗ്രേറ്റ് മാൻ. അവർ ഗ്രേറ്റ് അല്ല, പക്ഷെ സമൂഹം അവരെ ഗ്രേറ്റ് ആയിട്ട് മാനിക്കുന്നു. കാരണം അവരിലെ ഈ 6 കാര്യങ്ങള് ഉണ്ട്, കുറച്ച് നമ്മളെക്കാളും കൂടുതൽ. എന്താണ് ഈ 6 കാര്യങ്ങള്? നമുക്കുള്ളതിനേക്കാളും കൂടുതൽ അവർക്ക് 6 കാര്യങ്ങളുടെ പ്രവണതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യമുണ്ട്. അത് കാരണമാണ് അവരെ ലീഡറായിട്ട് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. അപ്പൊ അവരെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഗ്രേറ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൗതിക ലോകത്തിന്റെ കണക്കില് എന്തായിരിക്കണം? നല്ല പണമുള്ള ഒരാള്. അത് ഷഡ് ഐശ്വര്യങ്ങളുടെ കാര്യം പറയുന്നത്. ആർക്കാണോ ധനം കൂടുതലുണ്ട് അവരുടെ പിന്നാലെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ആർക്കാണോ സ്ട്രെങ്ത്, ബലമുള്ളത്, ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രം പോരാ. ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ ആ ബലം കൊണ്ട്, അത് മനോബലമായിരിക്കാം, അല്ലെങ്കിൽ കായബലമായിരിക്കാം, ഏത് ബലമായിക്കോട്ടെ, അവരെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്ട്രെങ്ത്, നോളേജ്, അറിവ്, അതും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആർക്കാണ് കൂടുതലുള്ളത് അവരുടെ പിന്നാലെ. ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, ഒരുപാട് കവികളുണ്ട്, അവർക്കൊക്കെ ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട്. അവരെ പിന്തുടരാൻ, അവരെ അനുകരിക്കാൻ. എന്നുവെച്ചാൽ അത് ഐശ്വര്യമാണ്, നോളേജ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? ബ്യൂട്ടി, സൗന്ദര്യം, അല്ലെ? മിസ്റ്റർ വേൾഡ്, മിസ് വേൾഡ്, മിസ്റ്റർ യൂണിവേഴ്സ്, മിസ് യൂണിവേഴ്സ്, ഇവർക്കും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പിന്നാലെ. അവർക്കൊക്കെ ഒരുപാട് സ്പോൺസർഷിപ്പും ഒരുപാട് പണവും കിട്ടും. അപ്പൊ അവരെയും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെന്താണുള്ളത്? ശ്രുതി, ശ്രീ, ഫെയിം, യശസ്, യശസ് അല്ലെ? ഫെയിം. അതായത് യശസ് പലതരത്തിലും വരാം. പൈസ കൊണ്ടുവരാം, ജ്ഞാനം കൊണ്ടുവരാം, ബ്യൂട്ടി കൊണ്ടുവരാം, ഇൻഫ്ലുവൻസ് കൊണ്ടുവരാം, പലതരത്തിലും യശസ് വരാം. അപ്പോൾ ആ കുലമഹിമ, ഒരു നല്ല കുലത്തിന് ജനിച്ചു, അതുകൊണ്ട് വരാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അപ്പോൾ അവരുടെ പിന്നാലെ ആൾക്കാരുണ്ടാവും. പിന്നെ അവസാനത്തെ എന്താണ്? റിനൗൺസിയേഷൻ. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിനോടൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതെ വിരക്തി ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയോടും അവർക്കും ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ രഘുനാഥ് ദാസ് ഗോസ്വാമി ഇത്രയും ആദരിക്കുന്നത്? ഇത്രയെല്ലാം ധനം, സമ്പത്തും ഇൻഫ്ലുവൻസും എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അതിനോട് അറ്റാച്ച്മെന്റ് ആയിരുന്നില്ല. സോ ദാറ്റ് ഈസ് വിരക്തി, റിനൗൺസിയേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാര് സൊസൈറ്റിയിലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ്. ഇങ്ങനത്തെ ആൾക്കാര് എല്ലാവരും ആദരിക്കുന്നു. കാരണം വെച്ചാൽ അവർക്ക് വെൽത്ത് ഉണ്ട്, അതേപോലെ സ്ട്രെങ്ത് ഉണ്ട്, നോളേജ് ഉണ്ട്, ഫെയിം, റിനൗൺസിയേഷൻ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ ഉത്തരവാദിത്വമുള്ള ആൾക്കാരായിരിക്കണം. അവരെ എന്തെങ്കിലും കാണിച്ചു കൂടാൻ പാടില്ല. അവരെ സാധാരണ ആൾക്കാരെ അനുകരിക്കും, അവരെ ഫോളോ ചെയ്യും, അവരെ മാതൃകയാക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെ, നല്ല ഗുണം ഉള്ള ആൾക്കാരായിരിക്കണം. അവരുടെ ക്യാരക്ടർ, ഇതെല്ലാം വളരെ നല്ലതായി, എന്നാൽ മാത്രമേ സൊസൈറ്റിക്ക് ഗുണമുള്ളൂ. അപ്പം മാത്രമാണ് അവരെ നല്ല വഴിക്ക് നയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അർജുനൻ പറയുന്നത്, ഒരു ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ് ലീഡർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടും, നല്ല ചിന്തിക്കാൻ പാടും, നല്ല പ്രവർത്തിക്കാൻ പാടും, നല്ലതേ സൊസൈറ്റിക്ക് കൊടുക്കാൻ പാടും. തലതിരിഞ്ഞ ഒരു ലീഡർ ആണെങ്കിൽ പ്രജകളും അതേപോലെ ആയിരിക്കും, ഫോളോവേഴ്സും അതേപോലെ ആയിരിക്കും. സോ വാട്ട് എവർ ആക്ഷൻ എ ഗ്രേറ്റ് മാൻ പെർഫോംസ്, കോമൺ മാൻ ഫോളോ. ആൻഡ് വാട്ട് എവർ സ്റ്റാൻഡേർഡ്സ് ഹി സെറ്റ്സ് ബൈ എക്സംപ്ലറി ആക്ട്സ്, ഓൾ ദ വേൾഡ് പെർസീവ്സ്. ഒരു പുതിയൊരു പിക്ചർ വന്നു വിചാരിക്കും, അതിൽ ഹീറോയിൻ ഒരു പുതിയ ട്രെൻഡ് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ
അതിന് അടുത്ത കുറച്ച് കാലത്തേക്ക് ആ വസ്ത്രമായിരിക്കും ട്രെൻഡ് ഇവിടെ, ഇല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞു ആ ഫിലിമില്, ആ ഡയലോഗ് ആയിരിക്കും പിന്നെ കുറെ കാലത്തേക്ക് എല്ലാവരുടെയും നാവിന്റെ തുമ്പത്ത്. കാരണം എല്ലാവരും ലീഡേഴ്സിനെ ഫോളോ ചെയ്യുന്നു, അവരെ മാതൃകയാക്കി ജീവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ലീഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷൻ അർഹിക്കുന്ന ആരായിരിക്കണം? ശരിക്കും ഒരു ഡിവോട്ടി ആയിരിക്കണം. അപ്പോൾ മാത്രമാണ് ആധ്യാത്മിക തലത്തിലും ആധ്യാത്മിക പാതയിലൂടെ അവരെ തൻ്റെ ഫോളോവേഴ്സിന് കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പൊ പ്രഭുപാദ അമേരിക്കയിൽ പോയി, പ്രഭുപാദ പ്യൂർ ഡിവോട്ടിയാണ്. എത്രയോ ആൾക്കാർ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു. ദാറ്റ് ഈസ് റൈറ്റ്. ഈസ് സെറ്റിംഗ് എൻ എക്സാമ്പിൾ. അതാണ് ഇവിടെ വന്നത്, ഹി സെറ്റ്സ് ബൈ എക്സാംപ്ലറി ആക്ട്സ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ ലീഡർ സ്ഥാനത്ത്, അധികാരത്തിന്റെ ആ സ്ഥാനത്തിരിക്കുന്നത്, അവരെ ശ്രദ്ധിക്കണം, അവരെ ശുദ്ധഭക്തന്മാരായിരിക്കണം. എന്നാൽ മാത്രമേ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടുള്ളൂ? മുക്തി, ഈ ഭൗതിക ലോകത്ത് നിന്ന് ഡെലിവറൻസ് കിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ സാധാരണ നിലയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, കുറച്ചു കാലം അവരെ നെയിം ഫെയിമിനും വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ പോവും. പിന്നെ അവരുടെ ആ ക്വാളിറ്റീസ് എല്ലാം, അല്ലെങ്കിൽ ഇപ്പൊ വെൽത്ത്, ധനികൻ, അദ്ദേഹത്തിന്റെ ധനം പോയാൽ ആരും ഉണ്ടായിരിക്കില്ല കൂടെ, സ്ട്രെങ്ത് പോയാൽ ആരും ഉണ്ടായിരിക്കില്ല, ബ്യൂട്ടി പോയാൽ ആരും ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം നശ്വരമാണെന്ന് നമുക്കറിയാം. നേരെ മറിച്ച് ഒരു ഭക്തന്റെ പിന്നാലെ അവരുടെ ധനമോ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ സൗന്ദര്യമോ അറിവോ അതൊന്നും കണ്ടിട്ടല്ല നമ്മൾ അവരെ പിന്നാലെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതൊരു വ്യക്തിയായാലും ശരി, ലീഡർ സ്ഥാനത്താണെങ്കിൽ അവർ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കണം. അവരെ സാധാരണ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഹലോ, people in general always require a leader who can teach the public by practical behavior. പ്രാക്ടിക്കൽ ആയിട്ട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് അത് മറ്റുള്ളവർ നോക്കും, അത് പ്രകാരം ഫോളോവേഴ്സും അത് പ്രകാരം പെരുമാറാൻ ശ്രമിക്കും. അതപ്പോൾ ആ ലീഡറുടെ ക്വാളിറ്റി ആയിരിക്കും തൻ്റെ ഫോളോവേഴ്സിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. വൺ ഹു ടീച്ചേഴ്സ് ഇൻ ദാറ്റ് വേ ഈസ് കോൾഡ് ആചാര്യ. അപ്പോൾ ലീഡർ പറഞ്ഞാൽ ഒരു ആചാര്യന് പരിഗണം, വൺ ഹു ടീച്ചേഴ്സ് ബൈ എക്സാമ്പിൾസ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതിന് വല്ലതുണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അതോ ഹരേ കൃഷ്ണ പ്രഭുജി, പിന്നെ ഇപ്പൊ പ്രഭുജി നേരത്തെ പറഞ്ഞില്ലേ ഫെയിം, ബ്യൂട്ടി എന്നൊക്കെ, അതൊന്നും കൂടെ പറയൂ, ഒരു 4 പോയിന്റ്. ഓക്കെ. ആറാണ് ഷഡ്ഐശ്വര്യങ്ങൾ അല്ലേ? ഐശ്വര്യങ്ങളാണല്ലേ പറഞ്ഞത്? ഓക്കെ ഓക്കെ. ഷഡ്ഐശ്വര്യങ്ങളാണ്, അറിയില്ലേ അത്? ഓക്കെ, അറിയാം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശശാസ്ത്രീയ ജ്ഞാനം വൈരാഗ്യോ ജ്ഞാന വൈരാഗ്യോ ഷണ്ണം ഭഗ ഇതിൻ ഗണ അല്ലെ? സ്നാന വൈരാഗ്യവും ശൈവ ഷണ്ണം ഭഗ ഇതിൻ ഗണ, ഷഡൈശ്വര്യങ്ങൾ. ആറെണ്ണത് പറഞ്ഞു. ഓക്കെ, അടുത്ത 6 ഏതാണ് നമ്മുടെ ശ്ലോകം? 20 അല്ലേ എടുക്കാൻ? 6.20 20. അപ്പൊ അടുത്ത 21 അല്ലേ? അല്ല, ഇനി എടുക്കാനുള്ളത് 20 അല്ലേ മാതാജിമാര്? കഴിഞ്ഞ പ്രാവശ്യം 19 അല്ലേ ലാസ്റ്റ് എടുത്തത്? ആ വിളക്കിന്റെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്, ദീപത്തിനെ കാറ്റത്ത്. ഓക്കെ. അപ്പൊ 20 മുതൽക്ക്, അപ്പൊ അധ്യായം 6 20ാമത്തെ ശ്ലോകം മുതൽക്ക്. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗ സേവയാം യത്ര ചൈവാത്മനാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി സുഖം അത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേതി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതാം യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തഥാ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖ സംയോഗ യോഗം യോഗ സംജിനതം. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്രോ പരമതേ ചിത്തം നിരുന്ധം യോഗ സേവയാ യത്ര ചൈവാത്മനാമാത്മാനം പശ്യൻ
തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധോ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യത്തെ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംചിതം. ഹരേ കൃഷ്ണ. मंगला माता जी. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മ ആത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്തതഃ യം ലബ്ധാ ച പരം ലാഭം മന്യതേനാധികം തദാ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ തം വിദ്യാ ദുഃഖ സംയോഗം വിയോഗായോഗ സഞ്ചിതം. ഹരേ കൃഷ്ണ. सुजी माता जी. माता जी അവിടെ ഹരേ കൃഷ്ണ. ആറാധ്യല്ലേ നോക്കി 6:20. ഞാൻ ഒന്ന് എഴുന്നേറ്റ് പോയി. ഹരേ കൃഷ്ണ. ശ്ലോകത്തിൽ 21 20 മുതൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ക്ഷമിക്കണേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്ത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തഥാ തസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം. ഹരേ കൃഷ്ണ. Thank you, Mataji. Smita Mataji. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംചിതം. ഹരേ കൃഷ്ണ. ട്രാൻസാക്ഷൻ കൂടി വായിച്ചു മാജി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാത് കി ജയ്. സമാധി എന്ന പരിപൂർണ അവസ്ഥയിൽ മനസ്സ് യോഗാനുഷ്ഠാനം മൂലം ഭൗതികങ്ങളായ മനോവൃത്തികളിൽ നിന്നും തികച്ചും പിന്മാറിയിരിക്കും. നിർമ്മലമായ മനസ്സുകൊണ്ട് സ്വാത്മാവിനെ സാക്ഷാത്കരിച്ച് ആത്മാവിൽ ആനന്ദം കൊള്ളാനുള്ള കഴിവ് ഈ പൂർണ്ണാവസ്ഥയിൽ സ്വാഭാവികമാണ്. ആനന്ദഭരിതമായ ആ നിലയിൽ അളവറ്റ അതീന്ദ്രിയ സുഖമാണ് ദിവ്യേന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് അനുഭവപ്പെടുക. ഇതിലെത്തിയാൽ പിന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് ചലിക്കുകയില്ല. ഇതിലും വലിയ ഒരു നേട്ടമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല, ഏതൊരു ആപത്ഘട്ടത്തിലും ഒരാൾ ക്ഷുബ്ധനാവുകയില്ല. ഭൗതികമായുള്ള ബന്ധങ്ങളിൽ നിന്നുളവാകുന്ന സർവക്ലേശങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ മോചനമാണിത്. ഹരേ കൃഷ്ണ. Very good. In the stage of perfection called trance or samadhi, one's mind is completely restrained from material mental activities by practice of yoga. അപ്പോൾ ഈ അഷ്ടാംഗ യോഗത്തിലെ അവസാനത്തെ ആ ഒരു അംഗം, ഒരു ലിംബ്, അതാണ് സമാധി. സമാധി പറഞ്ഞാൽ കമ്മ്യൂണിയൻ വിത്ത് ദ സുപ്രീം ലോർഡ്. നമ്മൾ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ കമ്മ്യൂണിയനെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. കൃഷ്ണ കോൺഷ്യസ്. ആ തലത്തില്
one's mind is completely restrained from material mental activities by practice. ഈ യോഗ അഭ്യാസത്തിലൂടെ നമ്മുടെ മനസ്സ് ടോട്ടലി കട്ട് ഓഫ് ആയിരിക്കും വേൾഡ്ലി ആക്ടിവിറ്റീസ് ആയിട്ട്. വേൾഡ്ലി എൻജോയ്മെന്റിൽ നിന്ന് ടോട്ടലി കട്ട് ഓഫ് ആയിരിക്കും. നമ്മളുടെ ഫോക്കസ് മുഴുവനെ ഭഗവാനിലായിരിക്കും. അപ്പൊ ഒരു തരത്തിലുള്ള മെന്റൽ ആക്ടിവിറ്റീസും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ട്രാൻസിലെത്തുമ്പോൾ ആ ദിവ്യ തലത്തിലെത്തുമ്പോൾ. അപ്പൊ ഇതാണ് യോഗ പ്രാക്ടീസ്, യോഗ അഭ്യാസം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമാധി തലത്തിലേക്ക് എത്തുക, ട്രാൻസിലെത്തുക, അതായത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ കമ്മ്യൂണിൽ എത്തുക എന്നുള്ളത്. ദിസ് പെർഫെക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് by one's ability to see the self by the pure mind and to relish and rejoice in the self. അപ്പൊ ഇത് എങ്ങനെ സാധിക്കുന്നത്? ഒരാളുടെ കഴിവുണ്ട് യോഗ അഭ്യാസം ചെയ്ത് സ്വയം മനസ്സിലാക്കുക. എബിലിറ്റി ടു സീ, കാണുക, നമ്മളെ സ്വയമായിട്ട് കാണുക, ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട്. പിന്നെ നമ്മൾ അതിനെ ആനന്ദിക്കുക. എങ്ങനെ? നമ്മളിൽ തന്നെ. എക്സ്റ്റേണൽ ഹാപ്പിനെസ് അല്ല, പുറമേ നല്ല സന്തോഷം വരേണ്ടത്, സന്തോഷം ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അങ്ങനെ ട്രാൻസിലെത്തുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആനന്ദമുണ്ടായിരിക്കും. നമ്മൾ പുറമെയാണ്, ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം പുറമെയാണ് സന്തോഷം തെരയുന്നത്. നമ്മൾ സന്തോഷം, മൊബൈൽ ഉണ്ടെങ്കിൽ സന്തോഷമായി, നല്ലൊരു ടി വി ഉണ്ടെങ്കിൽ സന്തോഷമായി, നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ സന്തോഷമായി, നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ സന്തോഷമായി. ഇതൊക്കെ എക്സ്റ്റേണൽ ആണ്. അത് ടെമ്പററി ആണ്, ഫ്ലിക്കറിങ് ആണ്. എത്ര കാലം നിൽക്കും? ഒരു നല്ലൊരു ഫോൺ കിട്ടിയാൽ ഒരാഴ്ച, ഒരു മാസം, അത് കഴിഞ്ഞാൽ പഴയതായി. പിന്നെ അടുത്ത ഫോൺ നമ്മൾ ആഗ്രഹിക്കും, പുതിയ വേർഷൻ. അതേപോലെ ഇതെല്ലാം ടെമ്പററി എൻജോയ്മെന്റ് തരുന്നതാണ്. പെർമനന്റ് എൻജോയ്മെന്റ് തരുന്നത് നമ്മളും ഭഗവാൻ തമ്മിലുള്ള കമ്മ്യൂണിയനിൽ മാത്രം. അപ്പോൾ നമ്മളിൽ തന്നെ നമ്മൾ ആനന്ദം കണ്ടെത്തുക. അതാണ് ഇന്റേണലി. ഹാപ്പിനെസ് ഷുഡ് ബി സോട്ട് ഇന്റേണലി. നമ്മൾ സന്തോഷം, ആനന്ദം എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഉള്ളിലാണ്, പുറത്തല്ല. പുറത്തുള്ളത് താൽക്കാലികമായിട്ടുള്ള ഫ്ലിക്കറിങ് ഹാപ്പിനെസ് മാത്രമേ തരൂ. ഉള്ളിലുള്ള ആ സന്തോഷം പറഞ്ഞാൽ അത് ശാശ്വതമാണ്. അതാണ് അവിടെ വ്യത്യാസം. സോ റിജോയ്സ് ഇൻ ദ സെൽഫ്. ഇൻ ദാറ്റ് ജോയ് സ്റ്റേറ്റ് വൺ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബൗണ്ട്ലെസ് ട്രാൻസെൻഡന്റൽ ഹാപ്പിനെസ് റിയലൈസ് ത്രൂ ട്രാൻസെൻഡന്റൽ. അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടും. അത് ഒരിക്കലും അത് ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയങ്ങളായില്ല. ഭഗവാനുമായിട്ട് ശുദ്ധ പ്രേമത്തിന് നമ്മൾ ഇടപെടുമ്പോൾ അത് ശുദ്ധീകരിച്ച ആ തലത്തിലേക്ക് ഉയർത്തപ്പെടും നമ്മളെ ഇന്ദ്രിയങ്ങളെ. അങ്ങനെ നമുക്ക് ഒരു ആനന്ദം പറഞ്ഞാൽ അത് കുറയുന്നതല്ല, കൂടുന്നതാണ്. ഹാപ്പിനെസ്, ഭൗതിക തലത്തിലുള്ള ഹാപ്പിനെസ്, സന്തോഷം, അത് അനുഭവിക്കുന്നതോറും അത് കുറഞ്ഞു വരും. ഭൗതിക തലത്തിലുള്ള മിസ്റ്റിക് പവർ, സിദ്ധി, നമ്മൾ ഉപയോഗിക്കുന്നവരും കുറഞ്ഞു വരും. നേരെ മറിച്ച് ആധ്യാത്മിക തലത്തിലുള്ള ആ ഒരു സ്പിരിച്വൽ പവർ അത് കൂടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഭൗതിക തലത്തിലുള്ള സിദ്ധി, കഴിവ്, മിസ്റ്റിസിസം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരും കുറഞ്ഞു വരും. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന്? അതായത് എനിക്ക് ഒരുപാട് സിദ്ധിയുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് അത് കുറഞ്ഞു വരുന്നു. എന്തെങ്കിലും എക്സാമ്പിൾ ശാസ്ത്രത്തിൽ നിന്ന്? ഹരകൃഷ്ണ പ്രഭു, പെട്രോള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതോറും കുറയല്ലേ? പെട്രോള്, പിന്നെ സ്വർണം, അങ്ങനെയുള്ള നമ്മൾ എടുക്കുന്നത്. ഞാൻ അതല്ല പറഞ്ഞത്, ശാസ്ത്രത്തിൽ നിന്ന് നമ്മളുടെ സിദ്ധി, അതായത് മിസ്റ്റിക് പവർ, സിദ്ധി ഇല്ലേ? അപ്പൊ സിദ്ധി ഗാന്ധാരി ഒരു ഉദാഹരണല്ലേ പ്രഭു? ഗാന്ധാരി ഉദാഹരണം. ഗാന്ധാരി ഭീമനെ തൻ്റെ എല്ലാ ശക്തിയും, അത്രയും ദിവസം തപസ് ചെയ്തിട്ടുള്ള, ആർജിച്ചെടുത്തിട്ടുള്ള എല്ലാ ശക്തിയും ഭീമന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭീമനോട് നഗ്നനായിട്ട് വരാൻ പറഞ്ഞു. ഭീമല്ല, സോറി, ദുര്യോധനൻ തന്റെ മകന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ കൃഷ്ണൻ വഴിക്ക് കണ്ടു, ദുര്യോധനൻ തന്റെ സ്വന്തം അമ്മയുടെ അടുത്താണോ ഇങ്ങനെ പോകുന്നത്? അറ്റ്ലീസ്റ്റ് ആ ഭാഗ്യങ്ങളിൽ മറിച്ചൂടെ? എന്നിട്ടും ഇലയെടുത്ത് മറിച്ചു പോയി. അപ്പോൾ
ദുര്യോധനോട് ചോദിച്ചു, റെഡിയായോ? റെഡിയായി, ഞാൻ എൻ്റെ എല്ലാ ശക്തിയും അങ്ങേക്ക് തരാണ്, അതുകൊണ്ട് ഒരാളും അങ്ങേ തോൽപ്പിക്കാൻ പറ്റില്ല, ഇരുമ്പ് പോലെ ഇരിക്കും. അപ്പോ ആ കണ്ണ് തുറന്നപ്പോ ഗാന്ധാരി ദുര്യോധനൻ കംപ്ലീറ്റ് നേകഡ് അല്ല കാണുന്നത്, തൻ്റെ പ്രൈവറ്റ് പാർട്ട് എല്ലാം മറച്ചു. അപ്പൊ ആ ഭാഗം മാത്രം എന്തായി? വളറബറായി. അവിടെ മാത്രം ആ തപസ്സിന്റെ ശക്തി പതിഞ്ഞില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭീമനോട് പറഞ്ഞ് ദുര്യോധന അവിടെ അടിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോ ആ അത്രയും ദിവസം തപസ് ചെയ്ത് ആർജിച്ചിട്ടുള്ള ആ തപോബലം ഭൗതിക തപോബലാണ്. അത് ഉപയോഗിച്ചപ്പോൾ അത് കുറഞ്ഞു. അത് കുറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും ഗാന്ധാരിക്ക് പറയാമായിരുന്നു, ദുര്യോധന നീ അബദ്ധം ചെയ്തു, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മുമ്പിൽ വീണ്ടും ഞാൻ വീണ്ടും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആ തപോബലം സിദ്ധി നമ്മൾ ഉപയോഗിക്കും തോറും അത് കുറഞ്ഞു വരും. പ്രഭുപാദന് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് സിദ്ധി പുരുഷന്മാരുണ്ട്. ഇതൊന്നും സ്പിരിച്വൽ അല്ല, ഇതൊക്കെ ഭൗതിക തലത്തിലുള്ള സിദ്ധിയാണ്. ആർക്കും ആർജിച്ചെടുക്കാം. കലികാലത്തിൽ ബുദ്ധിമുട്ടാണ്. മറ്റേ സത്യയുഗത്തിനും ത്രേതായുഗത്തിനും ഇഷ്ടം പോലെ അങ്ങനെ ആൾക്കാരുണ്ട്. ഇന്നുണ്ട്, വളരെ വളരെ ചുരുക്കമാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഹിമാലയത്തിലെ വല്ല ഗുഹകളിലൊക്കെ കാണുന്നുണ്ട്. അവരൊന്നും പുറത്ത് പബ്ലിക്കിൽ അങ്ങനെ വരില്ല. കുറച്ച് ആൾക്കാർ പബ്ലിക്കിൽ വരും, എന്നിട്ട് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അവര് അത് പ്രദർശിപ്പിക്കും. അത് പ്രദർശിപ്പിച്ചിട്ട് അത് കുറഞ്ഞു വരും. അപ്പൊ ആദ്യമൊക്കെ അവരെന്ത് ചെയ്യും? ജാലവിദ്യ കാര്യങ്ങളൊക്കെ കാണിക്കും, അതൊക്കെ ഫലിക്കും. പിന്നീട് അവർക്ക് ഫോളോവേഴ്സ് ആവുമ്പോൾ, പേരും പ്രശസ്തിയും വരുമ്പോൾ അതൊക്കെ നിർത്തി അവർ ഹോസ്പിറ്റൽ ഉണ്ടാക്കും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും, പിന്നെ കമ്പനികൾ ഉണ്ടാക്കും. അങ്ങനെ ആൾക്കാർ പിന്നെ അവർ ബിസിനസ്സായി. പിന്നെ പിന്നീട് ആദ്യത്തെ ഒരു കുറച്ച് കൊല്ലം 3-4 കൊല്ലമൊക്കെ അവർ മാജിക് ഒക്കെ കാണിച്ച് നടക്കും, സിദ്ധി ഉണ്ടായിരിക്കും, എന്തെങ്കിലും സിദ്ധി. അപ്പൊ പ്രഭുപാദന് പറയുന്നത്, നമ്മളൊരു ഫാൻ ഓഫ് ചെയ്താൽ അത് പെട്ടെന്ന് നിൽക്കില്ല, കുറച്ച് പതുക്കെ കറങ്ങി നിൽക്കും. അതേപോലെ കഴിഞ്ഞ ജന്മത്തിലെ സിദ്ധി പുരുഷന്മാർ, ഇങ്ങനെ ഭൗതിക തലത്തിലുള്ള സിദ്ധി ആർജിച്ചിട്ടുള്ള ആൾക്കാർ വീണ്ടും അവിടെ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഇവിടെ വീണ്ടും ജനിക്കും. അപ്പോൾ ആ സിദ്ധിയുടെ ആ ഒരു കഴിവിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് പതുക്കെ കറങ്ങി നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സിദ്ധി കാണിക്കാൻ പറ്റില്ല, കാണിച്ചാൽ ആ തപോബലം കഴിഞ്ഞവരുടെ. പിന്നെ അപ്പോഴേക്കും അവർ പേരെടുത്തിട്ടുണ്ടായിരിക്കും, പേരും പ്രശസ്തി എടുത്തായിരിക്കും. പിന്നെ അവര് സോഷ്യൽ ആക്ടിവിറ്റീസ്, ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്, ആൾട്രൂയിസ്റ്റിക് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നിന്ന് ആൾക്കാരെ കൂട്ടും. നമ്മൾക്ക് അങ്ങനെ പല ആൾക്കാരെ അറിയാം. ആദ്യമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ കാണിക്കും, പിന്നീട് അവർ കാണിച്ചാൽ ആ തപോബലം കുറഞ്ഞു വരും. ഇത് ഭൗതികമാണ്, മെറ്റീരിയലാണ്. നേരെ മറിച്ച് ആധ്യാത്മിക തലത്തിലുള്ള അത് ഒരിക്കലും കുറയില്ല. അതിനെന്താണ് ഉദാഹരണം? ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകം, ഓർമ്മയില്ല? നേഹ, അതായത് ആധ്യാത്മികമായി. പറയൂ പ്രഭുജി ക്ലൂ തന്ന കാരണം കിട്ടിയതാണ്. പറയൂ, ഇതാണ് കുറയില്ലാന്നല്ലേ? നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ളതൊന്നും കുറച്ച് ചെയ്താൽ മതി, അപ്പോഴും അത് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും, ഒരിക്കലും നശിക്കില്ല, അതിന് നാശമില്ല, അത് കുറയുമില്ല. മറ്റതെല്ലാം ഭൗതിക തലത്തിലുള്ള, ഞാൻ എന്താ പറയുന്ന, ഈ അഷ്ടസിദ്ധി പറഞ്ഞാൽ എന്താണ്? 8 തരത്തിലുള്ള സിദ്ധി ഈ അഷ്ടാംഗ യോഗം ചെയ്തിട്ടും അവർക്ക് നേടിയെടുക്കാൻ പറ്റും. എന്താണ് അതിലെ ഉദാഹരണങ്ങള്? നമ്മൾ ഇൻവിസിബിൾ ആവും. ഇപ്പോൾ എനിക്ക് സിദ്ധി ഉണ്ടെങ്കിൽ അനിമ, മഹിമ, ലഘിമ, പ്രാപ്തി, ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സിദ്ധികളാണ്. എനിക്ക് ടോട്ടലി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അപ്രത്യക്ഷമാവാൻ പറ്റും, ഇൻവിസിബിൾ ആവും, ഏറ്റവും ചെറുതാവും. ഇപ്പൊ ഹനുമാൻ ലങ്കയിൽ പോയി അല്ലേ? ലങ്കയിൽ പോയിട്ട് ഇത്രയും വലിയ ഹനുമാൻ ചെറിയൊരാളായി, ആരുടെ കണ്ണിലും പെടുന്നില്ല. അങ്ങനെ അവിടെ സീതാമാതാവിന്റെ അടുത്തേക്ക് എത്തിയത്. ആരും കാണില്ല, ഒരു ചെറിയൊരു ജീവി എന്തോ നടന്നു പോകുന്നു. ഇല്ലാതെ ഇൻവിസിബിൾ ആവാം, ടോട്ടല് ഏറ്റവും വലുതും ആവാം. ഇതൊക്കെ സിദ്ധിയാണ്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എത്രയോ 1000 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സാധനത്തിന് എടുക്കാൻ പറ്റും. പ്രാപ്തി.
മറ്റുള്ളവരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കി അവരെ വശീകരിക്കാൻ പറ്റും നമുക്ക്. അതൊക്കെ ശരിക്കുള്ള സിദ്ധിയാണത്. പക്ഷെ അത് മെറ്റീരിയൽ ആണെന്ന് മാത്രം, സ്പിരിച്വൽ അല്ല. അതിനെ സദുപയോഗം ചെയ്യാം, ദുരുപയോഗം ചെയ്യാം. ഈ ഇതിനെ ചില ആൾക്കാർ സദുപയോഗം ചെയ്യും, ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ 8 തരത്തിലുള്ള സിദ്ധിയും ഭൗതികമാണ്, മെറ്റീരിയലാണ്. അത് യൂസ് ചെയ്യും തോറും നമ്മൾ പൈസ 10,000 രൂപ ഉണ്ട്, അത് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി 1000 രൂപ വെച്ചിട്ട്. 10ാമത്തെ ദിവസം നമ്മുടെ ബാലൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? കുറഞ്ഞത്. അതേപോലെ ഈ മെറ്റീരിയൽ സിദ്ധിയും ഉപയോഗിക്കുന്നവരും കുറഞ്ഞു വരും. നേരെ മറിച്ച് ആധ്യാത്മികമായിട്ടുള്ള എന്ത് നമ്മൾ ആർജിച്ചെടുത്താലും ശരി, അതൊരിക്കലും നശിക്കില്ല. നേഹാഭിക്രമനാശ്വസ്തി പ്രത്യവായുന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോഭയാത്. ഭഗവാൻ തന്നെ പറയുന്നു. അപ്പൊ ഇവിടെ എസ്റ്റാബ്ലിഷ് ദസ് വൺ നെവർ ഡിപ്പാർട്സ് ഫ്രം ദ ട്രൂത്ത് ആൻഡ് അപ്പോൺ ഗെയിനിങ് ദിസ് ഹി തിങ്സ് ദർ ഇസ് നോ ഗ്രേറ്റർ ഗെയിൻ. അപ്പോൾ ഉള്ളിലുള്ള ആ സന്തോഷം, ഭഗവാനായിട്ട് കമ്മ്യൂണിയൻ ആവുമ്പോഴുള്ള സന്തോഷം, അതിന് ഒരിക്കലും അത് കുറയില്ല. അതിനും മീതെ ഒരു ലാഭം വേറെ ഇല്ല. ദർ ഇസ് നോ ഗ്രേറ്റർ ഗെയിൻ എന്നാ പറയുന്നത്. ബീങ് സിറ്റുവേറ്റഡ് ഇൻ സച്ച് എ പൊസിഷൻ വൺ ഈസ് നെവർ ഷേക്കൺ ഈവൺ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഡിഫിക്കൽട്ടി. അപ്പൊ ആ ഒരു തലത്തിലേക്ക് വളർന്ന ഒരു വ്യക്തി എത്ര തന്നെ വലിയ സങ്കടങ്ങൾ വന്നാലും ശരി, അതിൽ പതറില്ല. ദിസ് ഇൻഡീഡ് ഈസ് ആക്ച്വൽ ഫ്രീഡം ഫ്രം ഓൾ മിസറീസ് അറൈസിങ് ഫ്രം മെറ്റീരിയൽ കോണ്ടാക്ട്. അപ്പൊ ഇതാണ് ശരിക്കുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. മറ്റ് ഭൗതിക ലോകത്തിലുള്ള എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നമുക്ക് മുക്തി കിട്ടാനുള്ള ഒരു വഴിയാണിത്. സമാധി മീൻസ് ബീങ് കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണാവബോധത്തിലേക്ക് എത്തുക. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. സോ ബൈ പ്രാക്ടീസ് ഓഫ് യോഗ വൺ ബിക്കംസ് ഗ്രാജ്വലി ഡിറ്റാച്ച് ഫ്രം മെറ്റീരിയൽ കൺസെപ്റ്റ്സ്. അപ്പൊ ഇവിടെ യോഗ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും സ്പിരിച്വൽ ആണ്. യോഗ ഭൗതിക തലത്തിലുള്ള ഇതേപോലുള്ള ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം. ഭൗതിക തലത്തിലുള്ള അനിമ, ലഘിമ, മഹിമ, പ്രാപ്തി എന്നുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്ന യോഗ സ്പിരിച്വൽ യോഗയാണ്. കമ്മ്യൂണിയൻ വിത്ത് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇപ്പോൾ വ്യത്യാസമുണ്ട്. This is the primary characteristics of the yoga principle. And after this, one becomes situated in trance or samadhi, which means that the yogi realizes super soul through transcendental mind and intelligence without any of the misgivings of identifying the self with the super self. ഒരിക്കലും സെൽഫിനെ സൂപ്പർ സെൽഫായിട്ട് കാണാൻ പാടില്ല. അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള കൺസെപ്റ്റ് തെറ്റാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. Without any of the misgivings of identifying the self with the super self. ഒരിക്കലും ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. യോഗ പ്രാക്ടീസ് ഇസ് മോർ ഓർ ലെസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പാതാഞ്ജലി സിസ്റ്റം. അപ്പൊ ഈ അഷ്ടാംഗ യോഗ എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാം പഠിപ്പിച്ചത്? പാതാഞ്ജലി ആണ് ഈ അഷ്ടാംഗ യോഗ പഠിപ്പിച്ചത്. പാതാഞ്ജലി വ്യാസദേവന്റെ തന്നെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് പാതാഞ്ജലി. അപ്പോൾ യോഗ അഭ്യാസം എന്നുള്ളത് പാതാഞ്ജലി സിസ്റ്റപ്രകാരമുള്ള ഹഠയോഗ, അതേപോലെ അഷ്ടാംഗ യോഗ, ഇതെല്ലാം പാതാഞ്ജലിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സം അൺഓഥറൈസ്ഡ് കമന്റേറ്റേഴ്സ് ട്രൈ ടു ഐഡന്റിഫൈ ദ ഇൻഡിവിജ്വൽ സോൾ വിത്ത് ദ സൂപ്പർ സോൾ. ഇപ്പോഴും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു സിദ്ധാന്തം നിലവിലുണ്ട്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് അല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ദ മോണിസ് തിങ്ക് ദിസ് ടു ബി ലിബറേഷൻ. അപ്പൊ ഇത് രണ്ടും യൂണിയൻ ആവുന്ന ആ ഒരു പ്രക്രിയയാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് മോണിസ്റ്റ് പറയുന്നത്. ആരാണ് മോണിസ്റ്റ് ഇവിടെ? യോഗികൾ അല്ല, മോണിസ്റ്റ് ഒന്നില് മാത്രം വിശ്വസിക്കുന്ന ഭക്തര് പ്രഭുജി. എന്താ പറഞ്ഞ? ഒന്നില് മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ മോണിസ്റ്റ് പറഞ്ഞ? എന്താ ഈ ഒന്ന്? ഭഗവാൻ കൃഷ്ണൻ. അല്ല, തെറ്റ്. ഓ കൃഷ്ണ. അപ്പൊ ഈ വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ വായിച്ചു പോവുള്ളൂ, പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കത് എപ്പോഴും നിൽക്കുള്ളൂ.
സംഗതി ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് അർത്ഥം ഏകദേശം പിടികിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർലി ഒരു വാക്ക് നമ്മൾ കേൾക്കണം, പുതിയ വാക്കാണെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് ഗ്രഹിക്കണം. അവിടെ മോണിസ്റ്റ് എവിടെയാണ് ആ വാക്ക്? ഇവിടെ സം unauthorized commentators try to identify the individual soul with the super soul, and the monists think this to be liberation. അത് മലയാളത്തിൽ നിന്ന് വായിക്കും ഈ പർട്ടിക്കുലർ സെന്റൻസ്. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന് സ്ഥാപിക്കാൻ ആധികാരികളില്ലാത്ത ചില ഭാഷ്യകാരന്മാർ ശ്രമിക്കുന്നു. അതാണോ? എന്നൊന്നുകൂടി വായിക്കും. അത് ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന് സ്ഥാപിക്കാൻ അധികാരികളല്ലാത്ത ചില ഭാഷ്യകാരന്മാർ ശ്രമിക്കുന്നു. കഴിഞ്ഞിട്ട് അദ്വൈതവാദികൾ ഇതാണ് മുക്തി എന്ന് കരുതുന്നു. അപ്പൊ മോണിസ്റ്റ് പറഞ്ഞ ആരാണ്? അദ്വൈതവാദികൾ. അദ്വൈതവാദികൾ പറഞ്ഞ ആരാണ്? മായാവാദികൾ. ഇത്രയുള്ളൂ. അപ്പൊ മോണിസ്റ്റ് പറഞ്ഞ എന്താണ്? മായാവാദി ഫിലോസഫേഴ്സ് എന്താണ് പ്രചരിപ്പിക്കുന്നത് വെച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്നു എന്നുള്ള വാദമാണ് അവർ മുമ്പിലോട്ട് വയ്ക്കുന്നത്. അത് തെറ്റാണെന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹരിബോൾ, ഞാൻ പറഞ്ഞത് മനസ്സിലാവും പ്രഭുജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ. അതിന്റെ 2-3 പ്രാവശ്യം ലൈറ്റ് കറണ്ട് വന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ വല്ല ഡിസ്റ്റർബൻസ് വന്നു. അപ്പൊ എന്താണ് മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാര് അവരുടെ തത്വം എന്താണെന്ന് വെച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ രണ്ടാണ് എന്നാണ്, എന്നും രണ്ടാണ്, ഒരിക്കലും ഒന്നാവുന്നില്ല എന്നാണ് ആ തത്വമാണ് നമ്മുടെ ഫിലോസഫി. But they do not understand the real purpose of the Patanjali system of yoga. Okay. കേൾക്കുന്നില്ലേ അപ്പോ? കേൾക്കാം. But they do not understand the real purpose of Patanjali system of yoga. That is an acceptance of the transcendental pressure in the Patanjali system. But the monists do not accept this transcendental pressure out of fear of jeopardizing the theory of oneness. അപ്പൊ അതിനും ഈ യോഗ അഭ്യാസത്തിലും ഒരു ആധ്യാത്മിക തലത്തിലുള്ള ആനന്ദമുണ്ട്. പക്ഷേ മായാവാദികളെ അവര് ആ വൺനെസ്സിന്, ഞാൻ ഭഗവാനിൽ ലയിക്കുന്നു എന്നുള്ള ആ തത്വസിദ്ധാന്തം മനസ്സിൽ വെച്ചിട്ട് അവരെ ആനന്ദത്തിനെ സ്വീകരിക്കുന്നില്ല. The duality of knowledge and knower is not accepted by the non-dualist. But in this verse, transcendental pressure realized through transcendental senses is accepted. Okay. Monist പറഞ്ഞ മായാവാദി. മോണോതീസം പറഞ്ഞ എന്താ? മോണോതീസം എന്ന് പറഞ്ഞ എന്താണ്? ഞാൻ ജസ്റ്റ് ആ ഇംഗ്ലീഷ് വാക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരത്തിലോട് പറഞ്ഞില്ല. മോണോതീസം പറഞ്ഞാൽ വൺ ഗോഡ് കൺസെപ്റ്റ്. പോളിതീസം എന്ന് പറഞ്ഞാൽ മിനി ഗോഡ്സ്. സാധാരണ എല്ലാവരും സനാതന ധർമ്മം അവരെ മുദ്ര കുത്തുന്ന നിങ്ങൾക്ക് ഒരുപാട് ഈശ്വരന്മാരാണ്. എങ്ങനെ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് കമ്പനി, ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി തുടങ്ങിയാൽ ഒരുപാട് പാർട്ട്നേഴ്സ് ഇല്ലേ? അതേപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും സമ്മതിക്കുന്നതെല്ലാം ഒരു ജോയിന്റ് വെഞ്ചറാണ്. ഒരു കുറെ പാർട്ട്നേഴ്സ് ആണ്. അതിന്റെ ഒരുപാട് ഈശ്വരന്മാരാണ്. അപ്പോൾ മോണോതീസം പറഞ്ഞാൽ വൺ ഗോഡ്, പോളിതീസം പറഞ്ഞാൽ മെനി ഗോഡ്സ്, മോണിസ്റ്റ് പറഞ്ഞാൽ മായാവാദ ഫിലോസഫി, അതായത് ഭഗവാനും പരമാത്മാവും ജീവാത്മാവും ഒന്നെന്ന് കാണുന്ന ആൾക്കാർ. ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തം. ആൻഡ് ദിസ് ഈസ് കൊറോബറേറ്റഡ് ബൈ പാതാഞ്ജലി മുനി. അപ്പൊ യോഗാഭ്യാസം ആരാണ് നമുക്ക് തന്നിരിക്കുന്നത്? പാതാഞ്ജലി മുനി, the famous exponent of the yoga system. The great sage declares in the Yoga Sutras, Purushartha Shunyanam Gunanam Pratiprasava Kaivalyam Swarupa Pratishta
Va Chiti Shakti Iti. This Chiti Shakti or internal potency, Chiti Shakti or Chit Shakti, internal potency, is transcendental. Purushartha means material, religiosity, economic development, sex gratification, and at the end attempt to become one with the Supreme. പുരുഷാർത്ഥ എന്ന് പറഞ്ഞാൽ 4 ധർമ്മത്തിന്റെ ആദർശങ്ങൾ. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ധർമ്മം നമുക്ക് എന്തിനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? അർത്ഥത്തിന് വേണ്ടിയിട്ട്. അർത്ഥം പറഞ്ഞാൽ പണം, എക്കണോമിക് ഡെവലപ്മെന്റ്. പണം കിട്ടിയാൽ എന്താണ്? പിന്നെ കാമം, സെൻസ് എൻജോയ്മെന്റ്. അത് കഴിഞ്ഞാൽ അതിന് ഫ്രസ്ട്രേഷൻ വന്നാൽ പിന്നെ മോക്ഷ. മോക്ഷ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനികളുടെ മോക്ഷമാണ്, ഭഗവാനിൽ ലയിക്കുന്ന ആ ഒരു തലം. അതാണ് ദിസ് oneness with the Supreme is called കൈവല്യം. കൈവല്യ മുക്തി, കൈവല്യ മോക്ഷം ഒന്നാവുന്നത്. ജീവാത്മാവും പരമാത്മാവും ഒന്നാവുന്ന ഒരു സ്റ്റേറ്റ് ആണ് കൈവല്യം. ബൈ ദ മോണിസ്റ്റ്. മോണിസ്റ്റ് പറഞ്ഞെങ്കിൽ മായാവത പ്ലസ്. But according to Patanjali, this kaivalyam is an internal or transcendental potency by which the living entity becomes aware of the concept. പക്ഷെ പതഞ്ജലി യോഗ അഭ്യാസത്തിനനുസരിച്ചിട്ട് ഇവിടെ കൈവല്യം എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവിനെ മനസ്സിലാക്കുന്നു, എന്നിട്ട് നിത്യസേവനായിട്ട് ആ ധാമിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. In the words of Lord Chaitanya, this state of affairs is called Chetu Darpana Marjan, or clearance of the impure mirror of the mind. Chaitanya Mahaprabhuവിന്റെ തത്വപ്രകാരം, സിദ്ധാന്ത പ്രകാരം ഇതിനെ എന്താണ് പറയുന്നത്? ചേതോ ദർപ്പണ മാർജനം. നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ കഴുകിക്കളയും. ക്ലിയറൻസ് ഓഫ് ദ ഇംപ്യൂർ മിറർ ഓഫ് ദ മൈൻഡ്. ദിസ് ക്ലിയറൻസ് ഈസ് ആക്ച്വലി ലിബറേഷൻ. അതാണ് നമ്മുടെ ആക്ച്വൽ മുക്തി. ഭാവ മഹാദാമാഗ്നി ഭവ മഹാദാമാഗ്നി നിർവാഹണം. അതായത് ഈ മെറ്റീരിയൽ പോർഷനുള്ള ആ ഫയർ, ദാവാഗ്നി, കാട്ടുതീ പോലെ പറഞ്ഞിരിക്കണം മെറ്റീരിയൽ എക്സിസ്റ്റൻസിൽ, അതിനെ കെടുത്തുക. അതാണ് ഒരു ഫോറസ്റ്റ് ഫയർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഫയർ എക്സ്റ്റൻഷൻ പോയിട്ട് അതിനെ കെട്ടാൻ നമുക്ക് പറ്റില്ല. കാട്ടുതീ പറഞ്ഞാൽ നമ്മള് സാധാരണ ഒരു ബിൽഡിങ്ങിൽ അഗ്നി പടർന്നാൽ ഫയർ എക്സ്റ്റൻഷൻ പറ്റും, എന്നിട്ടും കെടുത്താൻ പറ്റും. അത് കാട്ടുതീയിൽ പറ്റില്ല. മഴ വന്നിട്ട് മാത്രമേ അതിനെ കെടുത്താൻ പറ്റും. മഴ മാത്രം നാച്ചുറൽ ആയിട്ട് മാത്രമേ അതിനെ കെടുത്താൻ പറ്റും. അപ്പോ നമ്മളുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രകാരം നമ്മളുടെ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ വേൾഡിലുള്ള ആ ദാവാഗ്നി, ആ മെറ്റീരിയൽ ഫയർ, അതിനെ ഇല്ലാതാക്കാം. The theory of nirvana also preliminary corresponds with this principle. In the Bhagavatam, this is called Surupena Vyavasthita. The Bhagavad Gita also condones the situation. സ്വരൂപം, നമ്മുടെ സ്വരൂപത്തിലേക്ക് എത്താം. നമ്മളുടെ മുക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്വരൂപത്തിലേക്ക്. എന്താണ് ജീവേന സ്വരൂപവരെ, ജീവേന സ്വരൂപവരെ കൃഷ്ണേര നിത്യദാസ്, അതാണ് നമ്മുടെ സ്വരൂപം. After nirvana or material cessation, there is the manifestation of spiritual activities or devoted service to the Lord, non-expression of consciousness. In the words of the Bhagavatam, Surupena Vyavasthita, this is the real life of the living entities. Maya or illusion is the condition of spiritual life contaminated by material infection. Material infection. നമുക്കെല്ലാം ഉള്ളതാണ് മെറ്റീരിയൽ ഇൻഫെക്ഷൻ. എന്താണ് മെറ്റീരിയൽ ഇൻഫെക്ഷൻ? ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ. We are infected by so many desires. നമ്മുടെ ഇൻഫെക്ഷൻ അതിന് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ് ചെയ്യും. എന്താണ്, ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ അത് ഇൻഫെക്ഷ്യസ് ആണെങ്കിൽ ആ അസുഖം അവിടെ കൂടുതലുള്ള ആൾക്കാർക്ക് വരും. അത് ഇൻഫെക്ഷൻ ആണ്. ഒരാളിൽ നിന്ന് മറ്റേ ആൾക്കാർക്ക് ഇൻഫെക്ട് ചെയ്യും. അപ്പൊ ലിബറേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ഇൻഫെക്ഷനിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുന്നതാണ്. Liberation from this material infection does not mean destruction of the original eternal possession of the living entity. Patanjali also accepts this by his words, Kaivalyam Swarupa Pradishtha Va Chit Shakti Iti. This Chitti Shakti or transcendental is real life. This is confirmed in the Vedanta Sutra as Anandamaya Abhyasam. ചുരുക്കത്തിൽ എന്താണ് പ്രഭുപാദ പറഞ്ഞുകൊണ്ട് പറയുന്നത് വെച്ചാൽ
മുക്തി എന്ന് പറഞ്ഞാൽ, സമാധി എന്ന് പറഞ്ഞാൽ നമ്മള് ഇല്ലാതാവില്ല, നമ്മളുടെ ഐഡന്റിറ്റി ഇല്ലാതെയല്ല, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു സ്വരൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാണ്. സ്വന്തമായിട്ടുള്ള സ്വരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ നിത്യസേവകനാവുന്നു. ആ ധാമിൽ പോയിട്ട് ഭഗവാന്റെ നിത്യസേവനം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളുടെ ആ ഒരു അസ്തിത്വം കളഞ്ഞ് ഭഗവാനിൽ ലയിക്കുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ സ്വരൂപത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക? ആനന്ദമയോ അഭ്യാസം. നമ്മളുടെ ആനന്ദങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദിസ് നാച്ചുറൽ ട്രാൻസെൻഡന്റൽ പ്ലഷർ is the ultimate goal of yoga and is easily achieved by execution of devotional service or bhakti yoga. അപ്പൊ ഇങ്ങനെ ഈ പരമലക്ഷ്യത്തിനെ നമുക്ക് നേടാൻ എങ്ങനെ സാധിക്കും? അങ്ങനെ ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് പരമലക്ഷ്യത്തിൽ എത്താൻ പറ്റും. ഭക്തി യോഗ will be vividly described in the 7th chapter of Bhagavad Gita. 7ാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് ഭക്തി യോഗ എന്ന് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. The yoga system, as described in this chapter, there are 2 kinds of samadhi called Samprajnata Samadhi and Asamprajnata Samadhi. 2 തരത്തിലുള്ള ട്രാൻസ് അല്ലെങ്കിൽ സമാധി ഉണ്ട്. ഒന്നിനെ സമ്പ്രജ്ഞാത സമാധി, മറ്റേനെ അസംപ്രജ്ഞാത സമാധി. എന്താണ് വ്യത്യാസം നോക്കാം. When one becomes situated in the transcendental position by various philosophical researchers, he is said to have achieved സമ്പ്രജ്ഞാത സമാധി. നമ്മൾ അങ്ങനെ പല എക്സ്പെരിമെന്റും റിസർച്ച് നടത്തി, ഫിലോസഫിക്കൽ റിസർച്ച് നടത്തി ആ ഒരു ട്രാൻസിലെത്തുന്ന ആ ഒരു പ്രക്രിയയാണ് സമ്പ്രജ്ഞാത സമാധി. പക്ഷെ മറ്റെന്താണ്? ഇൻ ദ അസംപ്രജ്ഞാത സമാധി there is no longer any connection with mundane pleasure. One is then transcend to all sorts of happiness derived from the sense. അപ്പോ മറ്റേ 2ാമത്തെ തരം അസംപ്രജ്ഞാത, അതായത് ഒരിക്കലും നമ്മള് ഭൗതിക തലത്തിലുള്ള ആ ഒരു പ്രഷർ, ഒരു ആനന്ദമല്ല, എല്ലാം അത് സ്പിരിച്വലൈസ് ആയി. അപ്പോ ഈ ഇന്ദ്രിയ ഭോഗങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു കടന്ന് ആത്മീയമായിട്ടുള്ള തരത്തിലുള്ള ആസ്വാദനത്തിലേക്ക് എത്തിയതാണ്. അതാണ് 2 തമ്മിലുള്ള വ്യത്യാസം. When the yogi is once situated in that transcendental position, he is never shaken from it. Unless the yogi is able to reach this position, he is unsuccessful. Today's so-called yoga practice, which involves various sense pleasures, is contradictory. ഇന്നത്തെ കാലത്തെ യോഗ പ്രാക്ടീസ് എല്ലാം ഇന്ദ്രിയ ഭോഗത്തിന് കൂടുതൽ ഏർപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള യോഗ പ്രാക്ടീസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തലത്തിലേക്ക് നമ്മൾ ഉയർന്നില്ലെങ്കിൽ നമ്മുടെ വിജയം കൈവരിക്കില്ല, ഈസ് അൺസക്സസ്ഫുൾ. ടുഡേസ് സോ കോൾഡ് യോഗ പ്രാക്ടീസ് which involve various yogi indulging in sex and intoxication is a mockery. Even those yogis who are attracted by the siddhis, perfection in the process of yoga are not perfectly. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പ്രഭാതമാണ്. യോഗീസ് who are attracted by the siddhis, സിദ്ധിയെ പറഞ്ഞില്ലേ, അഷ്ടസിദ്ധികള്, അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു ചില യോഗികള്. ഭൗതിക തലത്തില് അനിമ, ലഘിമ, മഹിമ, പ്രാപ്തി എന്നുള്ള അഷ്ടസിദ്ധികളിലേക്ക്. അതും എന്താണ്? ദേ ആർ നോട്ട് പെർഫെക്റ്റ്ലി സിറ്റുവേറ്റഡ്. അതും പെർഫെക്റ്റ് യോഗ അല്ല. അത് ഭൗതിക തലത്തിലുള്ള അങ്ങനെയുള്ള സിദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ പ്രാക്ടീസ് ആണ്. ദാറ്റ് ഇസ് നോട്ട് പെർഫെക്റ്റ്. ഇഫ് യോഗീസ് ആർ അട്രാക്റ്റഡ് ബൈ ദ ബൈ പ്രൊഡക്ട്സ് ഓഫ് യോഗ, then they cannot attain the stage of. അപ്പൊ അങ്ങനെ യോഗാഭ്യാസം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭൗതിക തലത്തിലുള്ള ബൈ പ്രൊഡക്ട്സ് കിട്ടും, ഒരുപാട് സൈഡ് ആയിട്ടുള്ള ചില ഗുണങ്ങൾ കിട്ടും. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മളുടെ ആ പെർഫെക്ഷൻ നശിക്കും. നമ്മൾ എന്തിനാണോ യോഗ ചെയ്യുന്നത് ആ ലക്ഷ്യമായിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന സൈഡ് ബെനിഫിറ്റ്സ് അല്ല നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കരിമ്പ് പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ പഞ്ചസാരയല്ല, അതിൻ്റെ വൈക്കോലാണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ആ വൈക്കോലിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ ഉദ്ദേശം എന്താണ്? കരിമ്പിൽ നിന്ന് ഷുഗർ എടുക്കണം. പക്ഷെ ഷുഗർ ആൾക്ക് നമുക്ക് വേണ്ട, വൈക്കോൽ, അതിൻ്റെ അതാണ് പ്രാധാന്യം. പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം
സെറ്റായി നടത്തും. So persons therefore indulging in the make-show practice of gymnastic feats or siddhis should know that the aim of yoga is lost in that way. അതുകൊണ്ട് അങ്ങനെ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ പ്രാക്ടീസ് അവരുടെ ആ കംപ്ലീറ്റ് ആ ഒരു പ്രക്രിയ പ്രോസസ്സ് നഷ്ടപ്പെടും. അതല്ല അതിന്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. The best practice of yoga in this age is Krishna consciousness, which is not baffling. Krishna conscious person is so happy in his occupation that he does not aspire after any other happiness. There are many impediments, especially in this age of hypocrisy, to practicing Hatha Yoga, Dhyana Yoga, and Jnana Yoga. But there is no such problem in executing Karma Yoga, Bhakti Yoga. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഹഠയോഗ, ധ്യാനയോഗ, ജ്ഞാനയോഗ ഇതിനൊക്കെ ഒരുപാട് ഇംപെഡിമെന്റ്സ് ഉണ്ട്, ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്, വിഘ്നങ്ങളുണ്ട്. പക്ഷേ ഭക്തിയോഗയ്ക്കും കർമ്മയോഗയ്ക്കും അങ്ങനത്തെ വിഘ്നങ്ങൾ കുറവാണ് എന്നാണ് പ്രഭാതരുടെ അഭിപ്രായം. As long as the material body exists, one has to meet the demands of the body, namely eating, sleeping, defending and mating. അപ്പൊ നമുക്ക് എത്രത്തോളം കാലം ഈ ഭൗതിക ശരീരമുണ്ടോ അത്രത്തോളം കാലം നമ്മൾ ആഹാര, നിദ്ര, ഭയം, മൈഥുനം എന്നുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. But a person who is in pure bhakti yoga or in Krishna consciousness does not arouse the senses while meeting the demands of the body. നമ്മളുടെ അത്യാവശ്യമായിട്ടുള്ള ബോഡി ഡിമാൻഡ്സ്, ആ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമയത്തും കൂടി അനാവശ്യമായിട്ടുള്ള ഇന്ദ്രിയ ഭോഗത്തില് ഒരു ഭക്തൻ ഏർപ്പെടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. Rather, he accepts the bare necessities. എന്താണ് അത്യാവശ്യം, നമുക്ക് ജീവിതത്തിൽ എന്താണ് അത്യാവശ്യം അത് മാത്രം അവര് ആഗ്രഹിക്കുള്ളൂ. Making the best use of a bad bargain and enjoys transcendental happiness in Krishna consciousness. He scholars toward incidental occurrences such as accidents, disease, scarcity, and even the death of a most dear relative. But he is always alert to execute his duties in Krishna consciousness or Bhakti Yoga. Accidents never deviate him from any his duty. അപ്പോൾ എന്ത് തന്നെ ആപത്ത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ വന്നാലും ശരി, അതെല്ലാം ഭഗവാന്റെ കൃപയായിട്ട് എടുത്തിട്ട് അദ്ദേഹം മുന്നേറും. തൻ്റെ ആ ആത്മീയ പാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കില്ല ഒരു ഭക്തൻ. നെവർ ഡീവിയേറ്റ് ഫ്രം ഹിസ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. നെവർ ഡീവിയേറ്റ്. As stated in Bhagavad Gita 2.14, Agamapaino Anityas Tamsi Diksha Svabharata. He endures all such incidental occurrences because he knows that they come and go and do not affect his duties. In this way, he achieves the highest perfection of yoga practice. ഒരിക്കലും ഇങ്ങനെ ഭൗതിക തലത്തിലുള്ള വിഘ്നങ്ങളോ ഭൗതിക തലത്തിലുള്ള ക്ലേശങ്ങളോ ഒരു ഭക്തനെ ബാധിക്കില്ല. ആ ഭക്തനൊക്കെ അറിയാം ഇതെല്ലാം എനിക്ക് വന്നു ചേരേണ്ടതാണ്, അതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള തലത്തിലേക്ക് ആ ഭക്തൻ ഉയരുന്നുണ്ട്. അതിൽ പതറില്ല. അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങള് ഒരു ഭക്തന് വന്നാലും ശരി, വിഘ്നങ്ങൾ വന്നാലും ശരി, തൻ്റെ സ്പിരിച്വൽ പാത്തിൽ നിന്ന്, ആധ്യാത്മിക പാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? ഇതില് വലിയൊരു പർപ്പുണ്ട് അല്ലെ? ഇതിപ്പോ ഇതിലല്ലേ ധ്യാനയോഗത്തിലുള്ളത്, നമുക്ക് കൃഷ്ണാവബോധത്തിലും ഇതേ പോളിസി തന്നെയല്ലേ പ്രഭു? അതെ, ഈ തത്വം തന്നെയല്ലേ? ഈ തത്വം തന്നെ. പക്ഷെ അത് നമ്മൾ ഈ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രഭുപാദ പറയുന്ന പോലെ ധ്യാന, ജ്ഞാന, ഹഠയോഗ ഇതൊന്നും ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റില്ല. കർമ്മയോഗ ആൻഡ് ഭക്തി യോഗ, ദാറ്റ് ഈസ് പോസിബിൾ. കർമ്മയോഗ അഗെയിൻ കർമ്മ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് ആയിരിക്കണം. അപ്പൊ ഇതാണ് ഈസി പ്രോസസ്സ്. ഇത് നമുക്ക് അറിയാം. പക്ഷെ ഇതിനെയും നമുക്ക് ഭക്തിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ സാധാരണ എല്ലാവരും ഇത് ചെയ്യുന്ന സിദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ഭൗതിക തലത്തിലുള്ള സിദ്ധി കൈവരിക്കാൻ. യോഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഭഗവാനുമായിട്ടുള്ള ഒരു യൂണിയനാണ്. അത് മറന്ന് ഭൗതിക തലത്തിലുള്ള സിദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. ഹഠയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും. അതേപോലെ ജ്ഞാനയോഗ ആൾസോ സ്പെക്കുലേറ്റീവ് പ്രോസസ്സാണ്. അതിലവിടെ ഭക്തിയുത സേവനമില്ല.
അതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന യോഗ എന്ന് പറഞ്ഞാൽ ഭക്തി യോഗം. അതെന്തെങ്കിലും അപ്പൊ 3 ശ്ലോകം എടുത്തു അല്ലേ? 4, 20, 21, 22, 23 4 ശ്ലോകമാണ് ഇതിലുള്ളത്. സമാധി എന്ന് പറഞ്ഞ തലത്തിലേക്ക് എത്തണം ശരിക്കും യോഗ ചെയ്താൽ. അതെ, അതാണ് അതിന്റെ ലക്ഷ്യം. സമാധി പറഞ്ഞാൽ എപ്പോഴും ആൾവേസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പൊ ഭക്തിയിലൂടെ നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും. അവിടെയും സമാധിയിലും പരമാത്മാ രൂപത്തില് കൃഷ്ണനെ അല്ലെങ്കിൽ ചതുർഭുജധാരിയായിട്ട് അവര് കാണുന്നുണ്ടോ പ്രഭു? കാണുന്നുണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ അവരുടെ ആഗ്രഹം ഭഗവാന് സേവനം ചെയ്യണം എന്നല്ല, ഭക്തനായ മാത്രമേ ആഗ്രഹത്തേക്ക് വരുള്ളൂ. അപ്പൊ ഭഗവാനിൽ ലയിക്കണം, ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ പോകണം, എനിക്ക് മിസ്റ്റിക് പെർഫെക്ഷൻ വേണം, സിദ്ധികൾ വേണം എന്നാണ് ആഗ്രഹിച്ചാൽ അത് ശരിക്കുള്ള യോഗ പ്രാക്ടീസ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കുള്ള യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാന് നിത്യസേവനായിട്ട് നമ്മുടെ സ്വരൂപം കിട്ടി ഭഗവാന് നിത്യസേവനായിട്ട് പോവുക. അതാണ് ശരിക്കും, അതാണ് കൃഷ്ണ കോൺഷ്യസ്നസ്, അതാണ് സമാധി. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം സമാധി എന്നാണ് എപ്പോഴും ഭഗവാനെ ഓർത്ത് ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇവിടെ അഷ്ടാംഗ സമാധി പറഞ്ഞാൽ അവിടെ ഒരു ട്രാൻസ് സ്റ്റേജ്, വേർ നോ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി ഇല്ല അവിടെ. നമ്മളുടെ ട്രാൻസ് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ഒരവസ്ഥ. അഷ്ടാംഗ യോഗത്തിലെ സമാധി പറഞ്ഞ സ്റ്റിൽ ചലിക്കുന്നില്ല, മനസ്സും അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യൂണിയൻ ഉണ്ട്, അവിടെ ആക്ടിവിറ്റി ഇല്ല. ആക്ടിവിറ്റി എവിടെയുണ്ടോ അവിടെയാണ് ആനന്ദം ഉണ്ടാവുന്നത്. അല്ലാത്ത ആനന്ദം ഉണ്ടാവില്ല, പീസ് ഓഫ് മൈൻഡ്, സമാധാനം ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും